ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ആ സാമ്പാറിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പും രണ്ട് അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള തക്കാളി, എരിവിനാവശ്യമായ പച്ചമുളക്, അതുപോലെ ഒരു ബൾബ് വെളുത്തുള്ളിയുടെ പകുതി വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. നന്നായിട്ട് വെന്ത് കിട്ടണം. തക്കാളി അരിയണ്ട, ഫുള്ള് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഈ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരവണ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ സാമ്പാറാണ്. കോഫി ഹൗസിലൊക്കെ ചെല്ലുമ്പം കിട്ടുന്ന അതേ സാമ്പാർ കഴിക്കണമെങ്കിൽ വീട്ടിൽ മൊരിഞ്ഞ ദോശയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. പച്ചക്കറികളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല വേറെ. അപ്പോൾ ഒരു 1.25 സ്പൂൺ മല്ലി ഞാൻ കഴുകിയിട്ട് വറുക്കുന്നുണ്ട്. അപ്പം മല്ലി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലിയാണെങ്കിൽ നമ്മളെടുത്ത് ഡയറക്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത് ഞാൻ കഴുകാതിരുന്നത് കൊണ്ടൊന്ന് കഴുകിയിട്ട് വാരി ഫ്രൈ പാനിലിട്ടപ്പോൾ അതങ്ങ് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് മല്ലി ആദ്യം ആ വെള്ളം ഒന്ന് വറ്റുന്നത് കൊണ്ടാണ്. ഉണങ്ങിയ മല്ലി വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് ബാക്കിയുള്ള മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പം വെള്ളം വറ്റി ഒരു വെള്ളത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പം മല്ലി ഒരു 1.25 സ്പൂൺ ആണെങ്കിൽ കുരുമുളക് ഒരു 1/2 സ്പൂൺ വരെയും ചേർക്കാം എരിവിനാവശ്യമായിട്ട്. അതിൽ കൂടുതൽ ചേർക്കണ്ട, കാരണം കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കരുത്. അതാണ് ആ ഒരളവ് പറഞ്ഞു തന്നത്. 1.25 സ്പൂണ് മല്ലിക്ക് ഒരു 1/2 സ്പൂൺ വരെ കുരുമുളക് ചേർക്കാം. അതിലും കുറച്ച് ചേർക്കാം കേട്ടോ, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത്. 1/2 സ്പൂൺ വരെയും ചേർക്കുന്നത് തെറ്റില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ജീരകമില്ല, നമ്മൾ മോരിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം, അതും ഒരു 1/4 സ്പൂണിനടുത്ത് ചേർക്കാം. അതുപോലെ 1/2 സ്പൂണോളം വേണ്ട, ഒരു 1/4 സ്പൂൺ കൂടുതൽ, ഒരു കുറച്ച്, അങ്ങനെ ആ ഒരു ഏകദേശ അളവിന് തെറ്റാതിടണം. അതുപോലെ ഉലുവായും അതെ, 1/4 സ്പൂൺ ഉലുവായും ഇടണം. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കിതൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണം വരുമല്ലോ, ഉലുവയൊക്കെ പൊട്ടി ജീരകമൊക്കെ ഒന്ന് നല്ലപോലെ ചൂടാവുന്ന നല്ലൊരു മണം വരികയില്ലേ, ആ ഒരു മണത്തിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് വറ്റൽമുളകും, അപ്പോൾ എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്തോണേ. ഇപ്പം എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ ഒരു 3 എണ്ണം, 2 പകുതിയൊക്കെ മതിയായിരിക്കും. അതല്ല എരിവ് കുറവാണെങ്കിൽ ഒരു 4 എണ്ണം, 4-5 എണ്ണം എടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ കൂടുതലാകരുത്. ഇത് ഈ ഒരളവിന് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിക്കിരിക്കണം. തേങ്ങയും മല്ലിയും ഉലുവായും ഒക്കെ ഇതേ രീതിക്ക്. നമ്മളോർക്കും സാമ്പാറിന് ഇങ്ങനത്തെ ഒരു മസാലയോന്ന്, പക്ഷേ ഉണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിക്ക് സാമ്പാർ വെച്ച് നോക്കണം. അത്രയും നല്ല മസാല ദോശയ്ക്കും നെയ് റോസ്റ്റിനും പ്ലെയിൻ ദോശയ്ക്കും ഒക്കെ എനിക്കിപ്പോൾ തന്നെ കൊതി വരുന്ന അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. എത്ര പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്ത് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. മല്ലിയും മുളകും എല്ലാം മൂത്ത് കഴിഞ്ഞ് ആ ഒരു മണം കഴിഞ്ഞേ തേങ്ങ ഇടാവുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ചൂടായാൽ മതി, ഒരിക്കലും വറുത്ത് പോകരുത്. അപ്പോൾ നമുക്ക് കടുക് താളിക്കാം. നമ്മൾ ആ മസാലയെല്ലാം അരച്ച് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഒരെണ്ണം ഇട്ടു. അതുപോലെ തന്നെ ഒരു സവാള, മീഡിയം ഒരു സവാള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളി രാവിലെ ഞാൻ തിരക്കായതുകൊണ്ട് ചെറിയ ഉള്ളി പൊളിക്കാനൊക്കെ ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. ഇത് രാവിലെ പെട്ടെന്ന് സ്കൂളിലൊക്കെ പിള്ളേർക്ക് പോകുന്നതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി കൂടി ചേർക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. കടുക് താളിച്ച് കറിവേപ്പിലയും എല്ലാം ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച പരിപ്പും തക്കാളിയും പച്ചമുളകും, അപ്പോൾ തക്കാളിയുടെ ആ പുറന്തൊലി ഒന്ന് കൈവച്ച് എടുത്തോണം. ഇത് കണ്ടില്ലേ, പരിപ്പ് ഇത്രയും നന്നായിട്ട് വെന്തിരിക്കണം. അതിന് ശേഷം നമ്മൾ തേങ്ങയെല്ലാം അരച്ചില്ലേ,
തേങ്ങ അരച്ച് ആ വഴന്ന ഉള്ളിക്കകത്തോട്ട് ഒരുപാട് മൂത്ത് പോകരുത് ഉള്ളി, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. അതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ച മസാലക്കൂട്ടും പിന്നെ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് തവി വെച്ച് നന്നായിട്ട് ഉടയ്ക്കണേ. മിക്സിയിലൊന്നും അരയ്ക്കണ്ട, ജസ്റ്റ് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ല ആവശ്യത്തിന് നമ്മുടെ എന്തോരം കുറുകിയ പരുവം, ഇത് ശരിക്കും കുറുകിയ ഒരു പരുവത്തിലാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. കാരണം വെജിറ്റബിൾ ഒന്നും ഇടാതെ, പച്ചക്കറി ഒന്നും ഇടാത്തത് കൊണ്ട് ആ കുറുകിയ ഒരു സാമ്പാർ കിട്ടത്തില്ലേ, ആ സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യം ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് ചെറിയ വാളംപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത് പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ തക്കാളിക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു വാളംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വേറെ ഈ കുറച്ച് ഇതിൻ്റെ ഒരു മധുരം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ശർക്കര നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് കായപ്പൊടി, നമ്മൾ കട്ട കായമാണെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് അതിൽ ഒരു കഷ്ണം ഇട്ടിട്ട് ആ വെള്ളം കലക്കി നമുക്ക് ഈ സാമ്പാറിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കായപ്പൊടിയായിരുന്നു ഇട്ട് കൊടുത്തത്. അതല്ലെങ്കിൽ തേങ്ങ വറക്കുമ്പം ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടായി ഇറക്കത്തില്ല, ആ സമയത്ത് കായപ്പൊടി ഇട്ടിട്ട് അരച്ചാലും മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ശർക്കര നീര്, ഞാനൊരു മധുരം ഒരു ചെറിയൊരു സ്പൂൺ മധുരം അതിനകത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പുളിയൊന്ന് ബാലൻസ് ആവാനാ, മധുരം ഒന്നും തോന്നിക്കത്തില്ല. വാളൻ പുളിയും തക്കാളിയുടെയും പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ, എന്നാലേ അതിൻ്റെ കറക്റ്റ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന, നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിലും ആര്യഭവനിലും ഒക്കെ പോയിരുന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം കൂടെ കഴിക്കാൻ നല്ലൊരു സാമ്പാറാണ്. അതുപോലെ ചോറിനാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ചോറിനകത്ത് ഒഴിച്ച് കഴിച്ചപ്പോഴും. അപ്പോൾ എരിവെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് ചേർത്ത് ഇങ്ങനൊരു സാമ്പാർ, പച്ചക്കറി ഒന്നുമില്ലെങ്കിലും നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.